അമിത്ഷാജി, ഞാൻ ഇതിനു മുമ്പും നിങ്ങളെ ഒരുപാട് തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ അഭിമുഖത്തിൽ ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രിയെ നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയാൻ കഴിയുക? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് പേർക്ക് എന്നെക്കാൾ നന്നായി അറിയാമായിരിക്കാം. ഇല്ലെന്നല്ല, അറിയാമായിരിക്കാം. പക്ഷേ നിങ്ങൾ അദ്ദേഹവുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഒപ്പമുള്ള ആളാണ്. എന്റെ ചോദ്യം, താങ്കൾ ആദ്യമായി മോദിജിയെ കാണുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ ഏത് പ്രത്യേകതയാണ് താങ്കളെ കൂടുതൽ ആകർഷിച്ചത്? നോക്കൂ, ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് RSSന്റെ ഒരു യോഗത്തിൽ വെച്ചാണ്. സംഘത്തിന്റെ മുതിർന്ന ഭാരവാഹികൾ അഹമ്മദാബാദിലെ കോളേജ് വിദ്യാർത്ഥികളായ സ്വയം സേവകരുമായി നടത്തുന്ന ഒരു സംവാദ പരിപാടിക്കാണ് ഞങ്ങൾ ആദ്യം കണ്ടത്. അതിന്റെ ഒരുക്കങ്ങൾക്കായി ഞാൻ താമസിച്ചിരുന്ന നാരായൺപുരയിലേക്ക് മോദിജി വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള 101ഓളം സ്വയം സേവകരോട് എന്തുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്നും സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹമാണ് വിശദീകരിച്ചു തന്നത്. സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടത്. മാത്രമല്ല, ഈ പരിപാടിയിൽ നമ്മൾ ഏത് ലക്ഷ്യത്തോടാണ് പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് യുവാക്കൾക്ക് കൃത്യമായ ചില നിർദ്ദേശങ്ങളും, ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദീർഘകാലത്തേക്കുള്ള ഒരു വഴികാട്ടിയായിരുന്നു ആ വാക്കുകൾ. ഒരു നഗരത്തിലെ 1000-ഓ 2000-ഓ മാത്രം യുവാക്കൾ പങ്കെടുക്കുന്ന ഒരു ചെറിയ പരിപാടിക്ക് വേണ്ടി ഇത്രയധികം സൂക്ഷ്മമായ ആസൂത്രണം നടത്തുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞാനും താഴെത്തട്ടിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത്, നരേന്ദ്രഭായ് എന്തു ചെയ്താലും അത് പൂർണ്ണ മനസ്സോടെയേ ചെയ്യുള്ളൂ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ അന്തിമ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതും. ഏകദേശം എന്റെ പ്രായത്തിലുള്ള യുവാക്കളായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നത്. അവരിൽ ഭൂരിഭാഗം പേരും അദ്ദേഹത്തിൽ വല്ലാതെ ആകൃഷ്ടരാകുകയും ആ പരിപാടിയിൽ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. അവരിൽ പലരും പിന്നീട് പല മേഖലകളിലേക്ക് തിരിഞ്ഞു. ചിലർ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെ മുന്നോട്ട് പോയി, ചിലർ ABVP-യിലൂടെ വളർന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അങ്ങനെ പല മേഖലകളിലും ആ 101 സ്വയം സേവകരും വലിയ വലിയ നിലകളിലെത്തി. അതുകൊണ്ട് ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുക, അവരെ ഒരുമിച്ച് കൂട്ടുക, അവരെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുക, ആ സമ്പർക്കത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും നമ്മുടെ അന്തിമ ലക്ഷ്യം കൈവരിക്കാനുള്ള വഴി വെട്ടിത്തുറക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കി. ഇതെല്ലാം അന്ന് ഞങ്ങളെപ്പോലുള്ള യുവാക്കളുടെ മനസ്സിൽ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തി. പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഇതിന് സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സവിശേഷതകളാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ ലോക നേതാവായി നിൽക്കുന്ന നരേന്ദ്രമോദി എന്ന ലീഡറെ രൂപപ്പെടുത്തിയത്. അമിത്ഷാജി, താങ്കൾ ആസൂത്രണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. 1995 വരെ ഗുജറാത്തിൽ BJP-ക്ക് തനിച്ചൊരു ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നേയില്ല. എന്നാൽ അതിനുശേഷം തുടർച്ചയായി നിങ്ങൾ 7 തെരഞ്ഞെടുപ്പുകൾ ഗുജറാത്തിൽ ജയിച്ചു. അതിൽ മോദിജിയുടെ പങ്ക് എന്തായിരുന്നു, പറയാമോ? നോക്കൂ, ആ കാലത്ത് ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 3ാം സ്ഥാനത്തായിരുന്നു. കോൺഗ്രസ്, പിന്നെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുണ്ടായ മറ്റൊരു ജനതാ പാർട്ടി, അതിനുശേഷമായിരുന്നു BJP-യുടെ സ്ഥാനം. 3ാം സ്ഥാനത്തായിരുന്ന ഞങ്ങൾക്ക് അന്ന് വെറും 11 MLA-മാർ മാത്രമാണ് ഗുജറാത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഗുജറാത്തിൽ ഇത്രയും ശക്തമായ ഒരു ഭൂരിപക്ഷ സർക്കാർ വരികയും അത് ഇത്രയധികം വർഷങ്ങൾ തുടരുകയും ചെയ്യുക എന്നത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര പ്രയാസമുള്ള കാര്യമായിരുന്നു. ഗുജറാത്തിൽ തുടർച്ചയായി 2-3 വർഷം കടുത്ത വരൾച്ച ഉണ്ടായപ്പോൾ ആദ്യമായിട്ടാണ് നഗരങ്ങളിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ നേതാക്കളാക്കിക്കൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഒരു ന്യായയാത്ര അദ്ദേഹം മോദിജി സംഘടിപ്പിച്ചത്. വരൾച്ചാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു ഗുജറാത്ത് ഭരിച്ചിരുന്നത്. അവരുടെ അഴിമതികൾ തുറന്നു കാട്ടാനും ന്യായയാത്ര നയിക്കാനും ഓരോ സ്വയം സേവകനും ഓരോ മേഖലയിൽ നിന്ന് മുന്നിട്ടിറങ്ങി. അവർ ജനങ്ങളുടെ വീട്ടിൽ ചെന്ന് സുഖ്ഡി എന്ന് പറഞ്ഞാൽ ഒരുതരം ഗുജറാത്തി മധുരപലഹാരമാണ്, പിന്നെ പഴയ ചെരുപ്പുകൾ, കടല തുടങ്ങിയ ഉണങ്ങിയ സാധനങ്ങൾ ശേഖരിക്കുമായിരുന്നു. എന്നിട്ട് ആ വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഈ പഴയ ചെരുപ്പുകളും കടലയും സുഖ്ഡിയും എല്ലാം എത്തിച്ചു നൽകുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ഒരു പ്രധാന വിഷയമാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാം എന്നാണ് അന്ന് നരേന്ദ്രഭായ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ജനങ്ങൾക്ക് പാർട്ടിയോടും പാർട്ടിയുടെ പ്രവർത്തനങ്ങളോടുമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും ഒപ്പം പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും സഹാനുഭൂതിയും ഉണർത്താനും അതിലൂടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പാർട്ടിയിലേക്ക് വന്ന പ്രവർത്തകർ ജനങ്ങളോട് കൂടുതൽ ആർദ്രതയുള്ളവരായി മാറി. തങ്ങളുടെ ജീവിത ലക്ഷ്യം തന്നെ മാറ്റിയെടുക്കാനും ഈ 2 കാര്യങ്ങളും
ആ ന്യായയാത്രയിലൂടെ സാധ്യമായി. മറ്റൊന്ന്, മുഴുവൻ രാജ്യത്തിന്റെ കാര്യവും എനിക്ക് അത്ര ഉറപ്പിച്ചു പറയാൻ കഴിയില്ലായിരിക്കും. എങ്കിലും പിന്നീട് ഞാൻ പാർട്ടിയുടെ അധ്യക്ഷനായി. ആ നിലയിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളിലെയും പഴയകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇത്രമാത്രം ഉറപ്പിച്ചു പറയാൻ കഴിയും, മിക്കവാറും ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ബൂത്ത് കമ്മിറ്റി എന്ന സംവിധാനത്തെ ഇത്രയധികം വ്യവസ്ഥാപിതമാക്കിയത് നരേന്ദ്രമോദിജി ദേശീയ സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. ആദ്യമായാണ് BJPയുടെ മെമ്പർഷിപ്പ് ഓരോ ബൂത്ത് അടിസ്ഥാനമാക്കി ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. അക്കാലത്ത് കമ്പ്യൂട്ടറുകളൊന്നുമില്ലായിരുന്നു. പേന ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രജിസ്റ്ററുകൾ ഉണ്ടാക്കിയിരുന്നത്. അതിൽ അംഗങ്ങളെ കൃത്യമായി പട്ടികപ്പെടുത്തുക, അവരുടെ മെമ്പർഷിപ്പ് ഫീസായി ലഭിക്കുന്ന തുകയുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക, പിന്നീട് അത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തുക. ഈ സംവിധാനമെല്ലാം അന്ന് നരേന്ദ്രഭായ് ഉണ്ടാക്കിയതാണ്. എനിക്കിപ്പോഴും കൃത്യമായി ഓർമ്മയുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഈ യാത്രകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഈ കണക്കുകൾ സൂക്ഷിക്കുന്നതും ഓഡിറ്റ് ചെയ്യുന്നതുമായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ ഗുജറാത്തിലെ ഏകദേശം 80% ജില്ലകളിൽ ബൂത്ത് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ എന്നിവയുടെ എല്ലാം കൃത്യമായ റെക്കോർഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. അവിടെ നിന്നാണ് വ്യവസ്ഥാപിതമായ ഒരു സംഘടന അടിത്തറയ്ക്ക് ഗുജറാത്തിൽ തുടക്കമിടുന്നത്. ആ രജിസ്റ്റർ നോക്കി ആരെങ്കിലും പാർട്ടി വിട്ടുപോയിട്ടുണ്ടോ, അവർ എത്ര കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, ഇനി പാർട്ടി വിട്ടുപോയെങ്കിൽ തന്നെ എന്തുകൊണ്ട് പോയി എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകളും ചർച്ചകളും ഞങ്ങൾ നടത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പുതുതായി കടന്നു വന്ന ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്കെല്ലാം ഒരു സംഘടനയെ എങ്ങനെയാണ് വ്യവസ്ഥാപിതമായ രീതിയിൽ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ഒരു പ്രസംഗത്തിന്റെ പോലും സഹായമില്ലാതെ വെറുതെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായതിലൂടെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ പാർട്ടിയെ വളർത്തിയെടുക്കുക, ആ പ്രക്ഷോഭങ്ങളിലൂടെ ലഭിച്ച ജനപിന്തുണയെ പാർട്ടിയുടെ ഒരു സംഘടനാ ചട്ടക്കൂടിലേക്ക് മാറ്റിയെടുക്കുക, ഈ രണ്ട് വലിയ കാര്യങ്ങളും നരേന്ദ്രമോദിജി സംഘടനയുടെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ് നടത്തിയെടുത്തത്. ഇത് തന്നെയാണ് ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്രയും ശക്തമായ ഒരു അടിത്തറ ഉണ്ടാകാൻ കാരണമായതും.